മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ മഴയെത്തും മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ. ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച യജ്ഞം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. മഴക്കാലം എത്തുന്നതിന് മുമ്പേ തന്നെ സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാനായി നഗരം ശുചീകരിച്ച് മനോഹരമാക്കുന്നതിനുള്ള ജനകീയ യജ്ഞത്തിനാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച യജ്ഞത്തിൽ കൗൺസിലർമാരും നഗരസഭാ ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ വിഭാഗം തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ജനകീയ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ശുചീകരിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൻ്റെ ഉദ്ദേശം. ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് തീരുമാനമെടുത്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പേ കാഞ്ഞങ്ങാട് നഗരസഭ ഫീൽഡിൽ ഇറങ്ങുകയാണ്. മഴയെത്തും മുമ്പേ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുകയാണ്. പൊതുവിടങ്ങളെല്ലാം വൃത്തിയുള്ളതായിരിക്കണം. ഈ ഭരണസമിതി വന്ന ഉടൻ തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് പുതുവർഷം പുതുനഗരം എന്നത്. പല വാർഡിനകത്തും ആ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മികച്ച വാർഡിന് ആകർഷകമായ സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വാർഡിന് മാത്രമല്ല വീടുകൾക്കും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച വീടുകൾക്കും സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ അതുപോലെ തന്നെ ഇതിലേർപ്പെടുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷയായി. കൗൺസിലർമാരായ എൻ ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കുശാൽനഗർ, എം സേതു, പി വി വിദ്യാലത, എം സജിത, കെ ഗീത, സി രേഷ്മ, കെ വി രതീഷ്, മണി അനന്തംപിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. കൗൺസിലർ കെ ടി സവിതകുമാരി സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ പി ബി ബൈജു നന്ദിയും പറഞ്ഞു. ആദ്യ ദിവസം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓടകളും വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും മേൽക്കൂരകളും മറ്റുമാണ് ശുചീകരിച്ചത്. വൃത്തിയാക്കിയ സ്ഥലങ്ങൾ സുന്ദരമാക്കുന്നതിനായി ചെടികൾ നട്ടുപിടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരിൽ നിന്നും ചെടികൾ ശേഖരിക്കുന്നതിനുള്ള യജ്ഞത്തിനും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.